ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിടിലം പോലത്തെ മാച്ചായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഗൈസ് നമ്മുടെ ഇന്ന് കൂടെയുള്ളത് വൺ ആൻഡ് ഓൺലി ഗെയിമിംഗ് വിത്ത് മാസ്കാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്നാലും ഗൈസ് മാസ്കിന്റെ കൂടെ നമ്മൾ നേരെ പീക്കിലേക്കാണ് ഇറങ്ങിക്കുന്നത്. ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേര് ഗൈസ് വന്നിറങ്ങി ഇവിടെ ഒരുത്തരെ മാസ്ക് അടിച്ച് തുറച്ച് മറ്റവനാണ് ഗൈസ് ഞാൻ നക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടല്ലോ നൈസായിട്ട് മാസ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്കെ നമുക്ക് അടിക്കാൻ വേണ്ടി നല്ല കിടിലം പോലത്തെ പ്ലാൻ വേണം. ആ പ്ലാൻ നോക്കി പ്ലാൻ പണി നമുക്ക് എല്ലാത്തിനും വാരിപ്പറക്കി അടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ മാസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അടിക്കണം, അത് തന്നെയാണ് പ്ലാൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വാരിപ്പറക്കി അടിക്കാൻ വേണ്ടി മാസ്ക് പോകും, കൂടെ ഞാനും പോകും എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസ് നമ്മുടെ ഒരു പീക്കിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു മെയ്സിനകത്ത് ഒരുത്തനാണെങ്കിൽ 2-3 അടി കൊണ്ടിട്ട് നൈസായിട്ട് കേസ് ഒളിച്ചിരിക്കുന്നു എൻ്റെ മുമ്പിൽ. എവിടെ എന്തായാലും മാസ്കിനെ വിളിച്ചോണ്ട് വന്ന് നിനക്ക് തരാനുള്ളതൊക്കെ വാരിപ്പറക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരിടല്ലോ മാസ്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും മാസ്ക് അത് 1-2 കില്ലൊക്കെ എടുത്ത് അവിടെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ആ പെട്ടികളൊക്കെ ലൂട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ട ലൂട്ടൊക്കെ നമുക്ക് ശരിയായിട്ടുണ്ട്. ARMOയും അതേപോലെ കേസ് 2 ARMOയുടെ ഗണ്ണായിരിക്കുന്നു കേട്ടോ. ആ ഒരു എന്താണ് കിങ്ഫിഷർ ഒക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓപ്പണിൽ കൂടെ ഒരുത്തനെ നൈസ് അടിക്കാൻ ഡാമേജ് കൊടുത്ത് നോക്ക് എടുത്തു. രണ്ടാമത്തെ തന്നെ ടീമേറ്റിനെ ആണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ഐറസിന്റെ പവർ യൂസ് ചെയ്ത് അവിടെ കംപ്ലീറ്റ് ആക്കി. ഇപ്പം നോക്കുമ്പോഴത്തേക്കും കേസ് ആ ഒരു പാറയുടെ മുമ്പിൽ ഒരു കാട്ടുവാട് നിന്നിട്ട് നൈസായിട്ട് വീഡിയോക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവനെയും കൂടെ അടിച്ച് കേസ് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ നോക്കൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം കില്ല് കാരണം കിട്ടത്തുള്ളൂ. മാസ്കിന് മുമ്പ് പിടിച്ച് നിൽക്കണ്ടേ, അതിന് വേണ്ടി കേട്ടോ. എന്തായാലും മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തേക്കും ആ ഒരു എണ്ണ അടിച്ച പുറകിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ അടിച്ചിട്ടാണ് എൻ്റെ നിൽക്കാറുണ്ടല്ലോ 2 ഓട്ടൊക്കെ ബാക്കി വീണിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേസ്. അവനെ മാസ്ക് നൈസായിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തുണ്ടല്ലോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി എവിടെ ആരെയും കാണുന്നില്ല. മാസ്കെ നമുക്ക് ഈ ലൂട്ട് കല്ലൊക്കെ എടുത്തിട്ട് പയ്യെ പോകാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എവിടെ ആർക്ക് ലൂട്ട്, ഇതൊന്നും ലൂട്ട് ഇല്ലാതെ കളിക്കുന്ന ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഗ്യാസ് ലൂട്ട് ഇല്ലാതെ കളിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടില്ല. സോ മാസ്ക് ഞാൻ ലൂട്ടൊന്നും എടുക്കത്തില്ല. പിന്നെ ഗ്യാസ്കിന്റെ ഗെയിം പ്ലേ രീതിയും എൻ്റെ ഗെയിം പ്ലേ രീതിയും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എനിക്ക് കളിച്ചപ്പോഴാണ് മനസ്സിലായത്. മാസ്കിനോട് കളിച്ച സമയത്തുണ്ടല്ലോ എൻ്റെ കൈ കിടന്ന് ഇങ്ങനെ വിറക്കുണ്ട്. കാരണം ഒരു എനിമീനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ലൂട്ടൊക്കെ എടുത്ത് ഒന്നൊന്ന് സർക്കിളൊക്കെ ചുറ്റി ഗണ്ണൊക്കെ ഒന്ന് പവർ ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഗൈസ് ഇത് വേറെ വിഷയം തന്നെയായിരുന്നു കേട്ടോ. അന്ന് ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ആ വീട്ടിനകത്ത് ഒരു എനിമി ഓടി കയറുന്ന പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി ഓടി നോക്കുമ്പോഴത്തേക്കും അവൻ പുറത്തിരുന്ന് പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞ് തുറന്നു നോക്കിയതാണ്. പക്ഷേ അവനെ അടിച്ചിട്ടുണ്ടല്ലോ നല്ല രീതിക്ക് ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ ഒരു ഐറിസിന്റെ പവറിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നേരെ ഓടി ആ ഒരു വിൻഡോന്റെ സൈഡിലേക്കൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ അവൻ അടുക്കത്തെ ബുദ്ധി കേസ്. ഓക്കെ, അവരവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അറ്റ് ദി സെയിം ടൈം താഴെയാണെങ്കിൽ വേറൊരു ഫൈറ്റ് മാസ്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാസ്ക് ഒറ്റയ്ക്കല്ല കയറി സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓടി പാഞ്ഞ് കയറി ചെല്ലുമ്പോഴത്തേക്കും മാസ്ക് ഓൾറെഡി ഒരുത്തന്നെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാസ്ക് അവിടെ കിടന്ന് കളിക്കട്ടെ, ഞാൻ മണ്ടക്കുള്ള ആ ഒരു വീണ്ടും മണ്ടക്കുള്ള ഒരു കാട്ടുവാടി അല്ലേ അവരെ അടിക്കാന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് ഗ്യാസ് ഞാൻ ഒന്ന് നോക്കി പയ്യെ വരുന്നുണ്ടായിരുന്നു. താഴേന്നും മുമ്പിനും സൈഡിൽ നിന്നും പുറകിൽ നിന്നൊക്കെ പാടേ അടി എനിക്ക് എവിടെ അടിക്കണമെന്ന് എനിക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗ്യാസ് മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരൊറ്റ വാഴ മാത്രം അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഡൗൺ ആക്കിയിട്ടുണ്ടല്ലോ. നൈസായിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്ത് നിൽക്കുമെന്ന് മാസ്കിൻ്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. ഓടി വന്നിട്ട് ആ ഒരു യൂം വെച്ച് കുത്തിപ്പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. അത്യാവശ്യം കേസൊക്കെ അത്യാവശ്യം 5 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കേസിൽ ടീമേറ്റ് എൻ്റെ മോനെ ആ ടീമേറ്റ് സത്യമായിട്ട് കേസ് കയറി വന്ന് എനിക്ക് കണ്ടില്ല. എന്തായാലും കേസ് കൈതട്ടി കില്ലെടുത്തതാണെങ്കിലും ഇനി എങ്ങോട്ടോ പോകേണ്ടത് എനിക്ക് സത്യമായിട്ട് എനിക്ക് കിളി വാർന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു ടീമിനെ പെട്ടെന്ന് പോയിട്ടുണ്ടല്ലോ അങ്ങ് റിവൈവ് ചെയ്തൊക്കെ വിചാരിച്ച് ഞാൻ നയിച്ചിട്ടുണ്ടല്ലോ. റിവൈവിൻ്റെ പോയിന്റിലേക്ക് പോവാണ്. 500 കോയിലുണ്ട്. 500 കോയി കൊടുത്ത മാസ്കിനെ പൊക്കി വിട്ടിട്ട് ഞാൻ ചത്താലും കുഴപ്പമില്ല എന്നൊരു രീതിയിൽ എരുമീനെ പോലും നോക്കാൻ ഞാൻ വന്നിട്ടുണ്ടല്ലോ. പെട്ടെന്ന് റിവൈവ് ആക്കുവാണ് ചെയ്തു കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ സ്കോഡ് കളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ എൻ്റെ ഗിൽഡിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് എല്ലാവരും ചേർത്ത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഹാർട്ട് കിടന്ന് പടപടാതെ പടക്കി എനിക്ക് ബിപിയുടെ ചെറിയ അസുഖമൊക്കെ ഉണ്ടെന്ന് ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് പറ്റത്തില്ല സീരിയസ്ലി. പണ്ടൊക്കെ 1v4 ഒക്കെ നല്ല കിടിലം പോലെ കളിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനാണ് കേട്ടോ. മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ഉണ്ടായിരുന്നു. അവൻ നല്ല കിടിലം പോലെ അടിച്ച് നോക്ക് എടുത്തു. ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയാക്കാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഭീമാശക്തി സ്ട്രിപ്പിൽ നിന്ന് എവിടുന്ന് അടി വരുന്നത് എൻ്റെ അവനെ ഗ്ലൂവാൾ പോലെ അവിടെ ഇടേണ്ടത് പോലെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോയി റിവൈവ് ചെയ്യാൻ വേണ്ടി പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 7 കിലോ എടുത്തു. ബാക്കി നല്ല കിണ്ണം കാഴ്ച അടിയിട്ടുണ്ട്. എന്തായാലും ആ കോയിനും കൂടെ പിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് 500 കോയിൻ സെറ്റായി. അടുത്ത റിവൈവ് എൻ്റെ മോനെ പവർഫുൾ പ്ലേയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അടി നല്ല കിട്ടിയതല്ലേ, ഇനിയിപ്പോൾ നിൽക്കണ്ട, ഒളിച്ചിവിടെ ഇരിക്കുക. സത്യം പറയാലോ എനിക്കെടുത്ത് ഇറക്കാൻ പേടിയാണ്. ഞാൻ പുറത്തിറക്കി ഞാൻ ചത്തു പോകും കേസ്. ഓക്കെ, അതുകൊണ്ട് നൈസായിട്ട് മാസ്ക് വരുന്നോണം വരെ ഇവിടെ വിളിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ കട്ടയുടെ ഇറക്കി ആരും കാണാതെ വിളിച്ചിരിക്കണം കേട്ടോ. എന്നാൽ തൊട്ടിപ്പുറത്തോടെ എനിമി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല രീതിക്ക് വൈബ്രേഷൻ ചെയ്യുന്നുണ്ട് കേസ്. നമ്മുടെ ഫോണിൻ്റെ ഫീച്ചറിലെ കേസ്, അതായത് എനിമി വരുന്ന സമയത്ത് ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ആ സാധനത്തിലൊക്കെ. എന്തായാലും ആ ഒരു മാസ്ക് ഒന്ന് നോക്കുന്ന സമയത്ത് മാസ്കിനോട് ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അവർക്ക് ഒന്നുമില്ല, എനിമി വരുന്നുണ്ടെന്ന്. ഓക്കെ, എനിമി ഒന്നാ കാണിട്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ മാസ്ക് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. എൻ്റെ മോനെ ആ കാട്ടുവാടനെ പേടിച്ചാണ് ഞാൻ അരമണിക്കൂറായിട്ട് ആ കട്ടകളൊക്കെ വിളിച്ചിരുന്നു കേട്ടോ. എന്തായാലും ആ ലൂട്ട് വിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പരാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിനൊക്കെ ബെറ്റർ എന്ന് തോന്നിയ ഒരു മാച്ച് ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ SKS ആണ്. അത് ഇന്നലത്തെ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണ് കേസ്. SKS ഒരു സീൻ സാധനം തന്നെയാണ് കേട്ടോ. എന്തായാലും അത് ചെടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഏതാ ഡാമേജ് കൊടുത്തത് അവിടെ കിടക്കടാ നീ അവിടെ കിട നീ ആറാണ് അവനെ കേസ് ഇമോട്ട്
ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മലയുടെ മടക്കി നല്ല കിണ്ണം കാഴ്ച അടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു അടിക്കകത്ത് കൊല്ലാൻ മാത്രമുള്ള ധൈര്യം അവന്മാർ കൊണ്ടു നോക്കിയിട്ട് നൈസറിക്ക് ഗ്ലൂ ആളൊക്കെ ഇട്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് അത്യാവശ്യം ലൂട്ട് എടുക്കാൻ വേണ്ടി നോക്കി. അവിടെയല്ലേ നമ്മുടെ കിടുക്ക സാധനം കിടക്കുന്നത്. എസ്കേസ് ഗേസ് നമുക്ക് അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷയം സാധനം തന്നെ വേറെ ലെവൽ കേട്ടോ. പിന്നെ കേസ് ഒരു കാര്യം പറയാണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കറണ്ട്ലി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ കേസ് മാസ്ക് ഇപ്പോൾ ഡെയിലി അവൻ്റെ ചാനലിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇനി ഡെയിലി വീഡിയോസ് വരുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ അതേപോലെ ഞാനും വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കേസ്, നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ഒരു മൈൻഡ് വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് പണ്ടായാലും ഇപ്പോഴായാലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് കുറേ പേരുണ്ടായിരുന്നു, ഇപ്പോൾ കേസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാസ്ക് തന്നെയാണ്. യൂട്യൂബ് തരാറ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട്ലി എൻ്റെ രീതിയിലുള്ള കണ്ടിരുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും കേസ് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് ഓവർ ഹൈപ്ഡ് ഗെയിം പ്ലേ കാണണമെങ്കിൽ അത് മാസ്കിൻ്റെ തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാസ്കിൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കാട്ടുപാട കേസ് നൈസായിട്ട് ഈ സലൂൺ നമ്മുടേക്ക് ഓടിപ്പറഞ്ഞ് കാണാൻ വേണ്ടി നോക്കിയതായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വേറെ ലെവൽ. ആ വരുന്ന സമയത്ത് കേസ് ഞാൻ മിഷൻ കണ്ടില്ല കേസ്. ആ മിനി ടൊറോട്ട് അതും കൂടി ഇട്ട് അവനെ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഒരു ഒറ്റ എനിമിയും കൂടെ ഉണ്ട്. അവൻ എവിടെയാണെന്ന് ഞാൻ കണ്ടായിരുന്നു. കാര്യം ആ കണ്ടെയ്നർ സൈഡ്, അതായത് ആ പൊട്ടിപ്പൊളഞ്ഞ ആ വണ്ടിയില്ല കേസ്. ഓക്കെ, ഈ ഒരു ലോറിയുടെ പുറകിൽ നൈസായിട്ട് കേസ് ഒളിച്ചിരുന്നിട്ട് അവൻ നമ്മളിപ്പോൾ പുറത്ത് വരും. ബാസ്കെ അടിക്കാൻ വേണ്ടി പോകണോ? നമ്മൾ പ്ലാൻ ചെയ്ത് കളിക്കാൻ വേണ്ടി പോയൊരു പോക്കായിരുന്നു. എവിടെ ഇവിടെ പുറകെയൊക്കെ പോയി അടിക്കാൻ പോകുന്നുണ്ട്. മാസ്കിന് പ്രാന്തരായിവന് ഞാൻ പറയണില്ല. ഓക്കെ, എന്തൊക്കെ പ്ലാനൊക്കെ പറഞ്ഞ ഒരു എനിമിനെ കണ്ടു കഴിഞ്ഞാൽ അവന് 2 ഗ്രനേഡൊക്കെ വലിച്ചെറിഞ്ഞ് സ്കില്ലൊക്കെ യൂസ് ചെയ്ത് ഡാമേജ് ഒക്കെ കൊടുത്ത് പയ്യെ ടാക്ടിക് പരമായിട്ട് ചുറ്റിക്കറങ്ങിപ്പോയി വാരിപ്പിറക്കി കാലെ പിടിച്ച് നിലത്തടിച്ച് ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. ഇവിടെ എൻ്റെ പൊന്ന് കേസ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമിനെ കണ്ടോ, അന്ന് കൊന്നു കളഞ്ഞിട്ട് വരാം എന്നൊരു മൈൻഡ്. സത്യം പറയും, ഈ മൈൻഡ് എനിക്ക് കളിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഓവറായിട്ട് കളിക്കുന്നത്. സത്യം പറയാൻ കേസ് എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അമ്മാത് റഷ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിമിനെ കണ്ടെങ്കിൽ പോട് എന്നോട് ഹിറ്റ് ലിസ്റ്റ് മേടിക്കും കോയിനുള്ളത് പറയായിരുന്നു. എവിടെ നിന്ന് എടുത്ത് മേടിക്കാൻ ഉള്ള കോയിൽ ഞാൻ ഉണ്ടല്ലോ ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഹിറ്റ് ലിസ്റ്റ് മേടിക്കാൻ എനിക്ക് പേടിയത്. അത്ര ഞാൻ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നടക്കണ കേസൊന്നുമല്ല. ഒന്നാമത് ഇത്രയും ഓവർ സ്പീഡിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്പീഡിലൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേസ്. മാസ്കിലൂടെ കളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഗെയിം പ്ലേ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇങ്ങനത്തെ കിടുമ്പോഴത്തെ ഗെയിം പ്ലേ കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേസ്. മാസ്ക് ഒക്കെ നമ്മൾ വിളിച്ചാൽ വരാതെ അവിടെ പോകാനോ. ഓക്കെ, എന്തായാലും കേസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാസ്കിലൂടെ ഇനി ഗെയിം പ്ലേ വേണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ തിരിച്ച് കേസ് നമ്മൾ നേരെ പീക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു എനിമിനെ കണ്ടു 71-70 കിടുക്കം പോലത്തെ എസ്കേസിന് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെന്താ ഗ്ലൂ ആക്കിയിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല കേസ്, നമ്മൾ വന്ന സമയത്ത് ഗ്ലൂ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടല്ലോ ഐറിസ് പവർ ഓൺ ആക്കിയിട്ട് നല്ല കിടുക്ക ഡാമേജ് കൊടുക്കുക. അവൻ്റെ പൂച്ചാണ്ടി തേങ്ങ അവൻ്റെ വല കൊണ്ട് കേസ് എന്നെ പിടിച്ചപ്പോഴത്തേക്ക് മാസ്ക് അവനെ അടിച്ചുറക്കി കേസ്. ഞാൻ പറഞ്ഞില്ലേ വേറെ ലെവൽ കേട്ടോ. ഇതുകൊണ്ടാ കേസ് വെറുപ്പിക്കുന്നത് കേസ്. ആ കാട്ടുവായിട്ട് വെറുപ്പിച്ച് നീ എന്തിനാണ് അടിക്കാൻ വേണ്ടി വന്നത്? നിന്റെ ടീമിനെ എടുക്കാൻ ഇവനെ മാത്രം കൊന്നാൽ പോലെ ടീമിനെ മൊത്തം വിളിച്ച് അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് മാസ്ക് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇട്ട് കേസ് വെറുപ്പിക്കണം. ഏതൊക്കെ കേസ് ഇമോട്ട് ഇടുന്നത്? ഈ പണ്ടത്തെ ഈ പുഷപ്പ് ഇമോട്ടൊക്കെ ഉണ്ടാ എൻ്റെ പൊന്ന് കേസ് വേറെ എൻ്റെ അടുത്ത് ആ ഇമോട്ട് ഇല്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല കേസ്. നമ്മുടെ തൊണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഞാൻ മാസ്ക് ആ ഇമോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മാസ്ക് ഇതൊക്കെ എൻ്റെ ഉള്ള ഇമോട്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും മാസ്കിന് മനസ്സിലാവുന്നത് എൻ്റെ ആ തേങ്ങ സാധനം ഇല്ലെന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രോപ്പിനെ നോക്കുന്ന സമയത്ത് എന്താണ് കേസ് ഇരിക്കുന്നത്? വേറെ കിടിലം പോലത്തെ ഗണ്ണിരിപ്പുണ്ട്. അതായത് തോമസിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ കേസ് നമുക്ക് വേണ്ട വൺ ഓഫ് ദി OP ഗണ്ണായ MB40 എസ് കേസ് നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കാരണം നമ്മൾ 8 കിലോ എടുത്തിട്ടുണ്ട്. 11 പേര് സ്റ്റിൽ അലൈവ് ആണ് കേസ്. 15 ഗോൾഡൻ സ്ട്രീക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ക്ലോക്ക് എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മൾ പീക്കിൽ നിന്ന് നൈസായിട്ട് കേസ് ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സോണൊക്കെ നോക്കി കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എവിടെ സോണ്? എനിമിനെ കണ്ട് അടിക്കാൻ പോകുന്നല്ലാണ്ട് ഈ മാസ്ക് കൊണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. സത്യം പറയാലോ. അതുകൊണ്ട് എന്താണ് സോണിലേക്ക് കയറിയിട്ട് കാര്യമുള്ളത് പറഞ്ഞു. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ആണെങ്കിൽ നേരെ കുഴിയിലേക്ക് ചാടി അവനാണെങ്കിൽ ഉണ്ടല്ലോ നൈസായിട്ട് കേസ് പതുങ്ങി നിൽക്കുന്ന സമയത്ത് മാസ്കിന് പുറകിൽ നിന്ന് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി മുമ്പിൽ നിന്നും പുറകിൽ നിന്ന് അടിയാന്ന് മനസ്സിലായി. ണ്ടല്ലോ ഞാൻ പറഞ്ഞു അവനെ നമുക്കുണ്ടല്ലോ ഈ ഗണ്ണിട്ട്, അതായത് ഈ മിഷൻ ഗണ്ണിട്ട് പിടിക്കാൻ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ മാസ്ക് അങ്ങോട്ട് കയറി അവനെ കൂടെ കില്ലെടുത്ത് കേസ്. ഇതെന്ത് കഷ്ടമാണ് നോക്കി. എൻ്റെ പ്ലാൻ പണ്ണാനുള്ള പണ്ണലൊന്നും ടൈമൊന്നും എനിക്ക് മാസ്ക് തരുന്നില്ല കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു എന്താണ് ആ ട്രീറ്റൊക്കെ അടിച്ചു കൊടുത്ത് സെറ്റാക്കാതല്ലേ ഉള്ളൂ. എന്തായാലും സോണിലേക്ക് ഒരുത്ത നൈസായിട്ട് കേസ് റിവൈവ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ടീമേറ്റിനൊക്കെ റിവൈവ് ചെയ്യുന്ന സമയത്ത് അവനെ അടിച്ചു കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുവാണ് കേട്ടോ. ഒന്നേ കേസ് വെയിറ്റിങ്ങിന് കുറച്ച് സെറ്റാണ് ഞാൻ. പക്ഷേ കേസ് വെയിറ്റ് ചെയ്യേണ്ട ബാക്കിയുള്ളവന്മാരെ കൊല്ലാം. അവൻ എന്തായാലും റിവൈവ് ചെയ്തിട്ട് വരട്ടെ. അവന്മാരെ സ്കോഡിനെ മൊത്തം വൈപ്പാക്കണം പറഞ്ഞിട്ട് മാസ്ക് മുമ്പോട്ട് ഓടി വരും. ഒറ്റയ്ക്ക് നിൽക്കാൻ ചെറിയൊരു പേടിയായതുകൊണ്ട് ഞാൻ മാസ്കിന്റെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ കേസ്, അതായത് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുക്കാൻ പോലത്തെ വീഡിയോസ് ഇങ്ങനത്തെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ.
എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ഞാൻ എത്ര കില്ലെടുക്കുന്നുണ്ടെന്ന് എല്ലാ പ്ലേയും ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ മാച്ചിനകത്ത് മാസ്ക് എത്ര കില്ലെടുക്കുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമുക്ക് നോക്കാമല്ലോ ഗസ് നിങ്ങൾ എത്ര പേര് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ബൈ ദ വേ ഈ ഒരു മാച്ചിനകത്ത് 11 പേര് സ്റ്റിൽ അലയവാണ്. ഇതിലേക്കൂടെ ആൾക്കാർ വരുന്ന അറിയത്തില്ല. തൊട്ട് മുമ്പിലാണ് ഒരു ഡ്രോപ്പ് ലൂട്ടുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവന്മാർ വരുന്ന സമയത്ത് അവന്മാരടിക്കാൻ വെച്ചാൽ SKS വെച്ച് പതുങ്ങി ഇവിടെ നിൽക്കുന്ന കേസ്. എന്തായാലും അവന്മാർ വന്ന സമയത്ത് ആ ഒരു SKS വെച്ചിട്ട് ആ രണ്ടുപേരെ പട്ടപ്പട്ടേന്ന് അടിച്ചിട്ട് നമുക്കുണ്ടല്ലോ 10 കില്ല് കംപ്ലീറ്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്നാണ്. പക്ഷേ അപ്പോഴത്തേക്ക് മാസ്ക് വിളിച്ചു എടാ വാടാ സോണിലേക്ക് പോവാടാ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് നോക്കിയ കേസ് നേരെ ഉണ്ടല്ലോ ആ ഒരു മാസ്കിന്റെ പുറകെ തന്നെ പയ്യെ പോകുന്നുണ്ട്. എനിക്കൊരു ടെൻഷൻ കയറിപ്പോയി. കാര്യം കേസ് 4 സ്പെക്കൊക്കെ എന്ത് തേങ്ങ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, മാസ്കിനൂടെ കളിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ആരൊക്കെയോ എന്നെ സ്പെക്ക് ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, ഇത്രയും പേരൊക്കെ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പേടി. ഞാൻ സാധാരണ മാച്ച് സസ്പെഷൻ മറ്റേ സാധനങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ടാണ് സാധാരണ ചെയ്യാറ്. ഇത് ഗെയിമിനകത്തുള്ള 4 സ്പെക്കാണോടെ എന്താണ് നടക്കണേ. എന്തായാലും അവസാന സോണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പണിലൂടെ ഓടുന്ന സമയത്ത് കേസൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഡ്രോപ്പ് അടിച്ച കാട്ടുവാഴകൾ, ആ ഡ്രോപ്പൊക്കെ അടിച്ച് പറന്നിറങ്ങി എന്നെ അങ്ങ് എടുത്തോണ്ട് പോയി കേസൊക്കെ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി മാസ്ക് പ്രതികാരം വീട്ടിൽ നിൽക്കൊണ്ട് മാസ്ക് വേണ്ടിയിട്ട് സമയത്ത് നൈസ് ഒരു കേസ് പുറകിലേക്ക് പോയിട്ട് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന മാസ്കിന്റെ ഒരു കിടിലം പോലത്തെ ഒരു 1v7 സിറ്റുവേഷൻ ആണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താ കേസ് നിങ്ങളിപ്പോൾ അടിപൊളി ഹൈപ്പിലായിരിക്കും. ഈ ഒരു ഹൈപ്പ് നിൽക്കുന്ന സമയത്ത് തന്നെ താഴെ കമന്റ് ബോക്സിന്റെ സൈഡിലേക്ക് ഒന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞെക്കി പിടിച്ചിട്ട് മാക്സിമം കേസ് ഓക്കെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, വേറെ ലെവലാണ്. ഇത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഒന്ന് എത്തിയിരുന്നെങ്കിൽ വേറെ ലെവലായാലും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ചെയ്യടേ, ഞാൻ ഇത്രയും പറയണല്ലേ. അതുകൊണ്ട് ഒന്ന് ഹൈപ്പിൻ്റെ ആ ഒരു സാധനമില്ല കേസ്, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, ആ ഒന്ന് പിടിച്ചേക്ക് മാക്സിമം കേസ് ഈ ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്തൊന്ന് വിടുവാണെങ്കിൽ കുറേ പേരിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തുന്നതായിരിക്കും കേട്ടോ. എന്തായാലും കേസ് മാസ്ക് ഒന്ന് നോക്കുന്ന സമയത്ത് വണ്ടി എടുത്തോണ്ട് മാസ്ക് വണ്ടി എടുത്തിട്ട് എനിമിയോടെ തലമണ്ട പൊളിച്ചു. മോനെ എന്താ ഞാൻ എന്താ കണ്ടേ ഗൈസ്, നമ്മളിന്ന് വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന വേറെ ലെവൽ ഗെയിം പ്ലേ ആണ് കേട്ടോ. ബൈ ദ വേ ഗൈസ് ഒരു 1v4 സിറ്റുവേഷൻ കാണാൻ വേണ്ടി പോകുന്നത്. രണ്ട് പേര് വെച്ചിട്ട് 2 സ്കോഡ് ഉണ്ട്. മാസ്ക് ഒറ്റയ്ക്ക് ഒരു 4 vs 1 കിട്ടില്ല പോലത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെയാണ് എനിമീന്ന് മാസ്കിന് കാണാൻ വേണ്ടി പറ്റില്ല. മാസ്കിനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു SPDയും അതേപോലെ കേസ് ഞാൻ അടിച്ചു കൊടുത്തത് അത് എടുത്തെടുത്ത് പറയും കേസ് ഞാൻ അടിച്ചു കൊടുത്ത ബൈസനും കിടപ്പുണ്ട് കേട്ടോ. ബൈ ദ വേ നോക്കുന്ന സമയത്ത് 15 അത് എൻ്റെ അല്ല മാസ്കിൻ്റെ കാണുന്നത് 15 കൂടുതലൊന്നും കിട്ടത്തില്ല റേറ്റിംഗ്. തൊട്ടുള്ള എനിമിനെ കണ്ടു അവനവിടെ കിടുങ്ങാൻ പോലത്തെ ലോങ് റേഞ്ച് ഡാമേജ് കൊടുത്തിട്ട് മാസ്ക് ഓടി വന്ന ബൈസൻ പിടിച്ച് ചാടി അടിക്കൊണ്ടില്ല. ഓക്കെ, അതിനുശേഷം കേസ് പിന്നെ മാസ്ക് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നൈസായിട്ട് മേലേക്കോട്ട് ചാടിയടി അതും കൊണ്ടില്ല. അതിനുശേഷം കേസ് പിന്നെ മാസ്ക് മണ്ടയ്ക്ക് ഒന്ന് 2 വട്ടം ചാടാൻ വേണ്ടി നോക്കി. പക്ഷേ കേസ് ഞാൻ പറഞ്ഞല്ലോ ആ മറ്റേ എനിമി കുറച്ച് ബുദ്ധിയാണ്, ഗ്ലൂ വാൾ മുമ്പിലേക്ക് ഇട്ടു. മാത്രമല്ല കേസ് മുമ്പിൽ നിന്നും പറയുന്നു അടുത്ത ചാടിയടി എൻ്റെ മോനെ കിട്ടില്ല പോലത്തെ ചടിച്ച ആ ഒരു കില്ലിയുടെ കേസ് നമ്മുടെ മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ മാസ്കിന്റെ 10ാമത്തെ കില്ല് കേസ്. ഓക്കെ, മാസ്കിന്റെ 10ാമത്തെ കില്ല് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. വേറെ ലെവൽ ഒരു 1v2 സിറ്റുവേഷൻ, മൊത്തം ഡേഞ്ചർ, പാനിക് സിറ്റുവേഷൻ കേസ്. ഒക്കെ എന്ത് ചെയ്യുന്നതില്ല. ഞാൻ ഈ സമയത്തൊക്കെ കാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് മിണ്ടാതിരിടാ കളി കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മാസ്കിന്റെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്തായി പോയി. മാസ്ക് എന്ത് പറ്റി മാസ്ക് അനങ്ങുന്നില്ല കേസ്. ഞാൻ നോക്കുന്ന സമയത്ത് മാസ്ക് നിന്ന സ്ഥലത്ത് കിടന്ന് ഓടണ്, അനങ്ങാതെ നിൽക്കണ്, മുമ്പിൽ എരുമ്പി വീഴുന്നു, പെട്ടെന്ന് ഗ്ലൂ ആണ് സോണിനകത്തൊക്കെ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ കിളി പോയിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ പൊണ്ണ് ഗൈസ് കിളി പോയി, എനിമീനെ പോലും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാസ്ക് പറഞ്ഞ് പെട്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. കിട്ടില്ല പോലത്തെ മാച്ച് അവസാന നിമിഷം കൊണ്ട് പണി ഇടുവേ നെറ്റ് പോയത് ആ കൂള് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ അടി തുളച്ചാനല്ലാത്തിനും തന്നെ കിടുക്കാൻ പോലത്തെ മാച്ച് ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടുക്കാൻ പോലത്തെ വേറെ ലെവൽ വിട്ടിട്ടാണ്. ബൈ ഗൈസ്.